സാധാരണ ലൈഫിൽ നിരന്തരം കമ്പ്യൂട്ടർ ബൈക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് കുറച്ച് ദിവസത്തേക്ക് ഒരു സൂപ്പർ ബൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. എൻ്റെ അനുഭവങ്ങൾ, അതായത് TVS എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ RR310 എന്ന് പറയുന്ന മോഡൽ കുറച്ച് ദിവസം ഉപയോഗിച്ച സമയത്ത് ഞാൻ അനുഭവിച്ച രസകരമായിട്ടുള്ള സംഭവങ്ങളെ കുറച്ചുകൂടി രസകരമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, അതായത് TVS അപ്പാഷെ RR310ൻ്റെ ഒരു ഡീറ്റെയിൽഡ് ടോക്കിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇതാണ് TVSൻ്റെ അപ്പാഷെ 310. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു BTO വേർഷനാണെന്ന് പറയാം. അതായത് നമുക്ക് വേണ്ട ചില മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മോഡൽ, വേണമെങ്കിൽ കസ്റ്റമൈസേഷൻ മോഡൽ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ആ തരത്തിലാണ് ഭയങ്കര ഒരു സ്പോർട്ടി ലുക്കുള്ള അല്ലെങ്കിൽ ഒരു സ്പോർട്ടി അറ്റയറുള്ള ഒരു വാഹനം എന്ന് പറയാം. അത് അറ്റയറിൽ മാത്രമല്ല പെർഫോമൻസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതിലേക്കൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡ്രൈവ് ചെയ്ത സമയത്ത് പറയാം എന്നുള്ളതാണ്. ഇവിടെ ഒരു വിൻഷീൽഡ് കാര്യങ്ങളൊക്കെ കാണാം. ഈ വിൻഷീൽഡ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ കമ്പ്യൂട്ടർ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് കുറച്ചൊരു 60 സ്പീഡിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കാറ്റുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കിലേക്ക് ഓടാൻ പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരിക്കും. ആ ഫീൽ ഇല്ലാതിരിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ വിൻ ബ്ലാസ്റ്റിനെ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ വിൻ ബ്ലാസ്റ്റ് ശരിക്ക് എൻ്റെ ഹൈറ്റ് പ്രകാരം എൻ്റെ ഈ ഒരു താടിയുടെ ഭാഗത്തേക്കാണ് ശരിക്കും ബ്ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ അത്ര ഹൈറ്റ് ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അവരെ കവർ ചെയ്ത് പോകാൻ അത് സഹായിക്കും എന്നുള്ളതാണ്. അത് നല്ലൊരു കാര്യമില്ല. അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് കാറ്റിൻ്റെ തടസ്സമില്ലാതെ ഓടിക്കാൻ വിൻഷീൽഡ് സഹായിക്കുന്നുണ്ട്. സൈഡ് വ്യൂ മിറർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂ ഒക്കെ നല്ല അടിപൊളിയാണ്. നമുക്ക് കാണുന്ന സമയത്ത് ഞാൻ ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നത് കുറച്ച് ചെറുതല്ലേ എന്നുള്ളത്. പക്ഷേ എനിക്ക് തന്നെ സംബന്ധിച്ചോളം ഞാൻ കറക്റ്റ് പൊസിഷൻ ചെയ്ത സമയത്ത് നൈസ്, അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റാണ്. ഇതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ബൈ LED ടെക്നോളജി എന്ന അവിടെ ബാഡ്ജിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി വണ്ടിയെ കുറിച്ച് പറയുമ്പോൾ ധാരാളം ബാഡ്ജിങ്ങുകളുണ്ട്. TVSന്റെ ലോഗോ, ബൈ LED ബാഡ്ജിങ്, അതുപോലെ റേസിംഗ് സിൻസ് 1982 അന്ന് മുതൽ തുടങ്ങിയതാണ്. അത് മറക്കരുത്. അതിനുവേണ്ടി പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. TVS റേസിംഗ്, അപ്പാഷെ, DOHC എഞ്ചിൻ, അങ്ങനെ തുടങ്ങിയ വലിയ ഒരു ബാഡ്ജിന്റെ ശേഖരം നമുക്ക് അവിടെ കാണാം. ഇവിടെയും കണ്ടോ TVS റേസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ബാഡ്ജിങ് കൊടുത്തിട്ട് എഞ്ചിന്റെ ഭാഗത്തേക്ക്. ഇത് ബാക്കിലേക്ക് വരുന്ന സമയത്ത് RR310 വണ്ടിനെ മറക്കാൻ പാടില്ലല്ലോ, അതിന്റെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫ്ലാഗ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു കളർ ടോൺ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ധാരാളം എലമെന്റുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആ ഒരു ബാഡ്ജിങ് കൂടി ഉണ്ട് കേട്ടോ, മറന്നു ഇവിടെ TVS റേസിംഗ്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ വീലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള വീലാട്ടോ. അത് ചില നമ്മൾ നല്ല സ്പീഡിലേക്ക് പോകുന്ന സമയത്തും നല്ല ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നുണ്ട്. മിഷലിന്റെ റോഡ് 5 ആ ഒരു മെറ്റീരിയലാണ് ഇവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് 2 വേരിയന്റുകളുണ്ട്. ഒന്ന് ഡൈനാമിക് കിറ്റും അതുപോലെ തന്നെ റേസ് കിറ്റും എന്ന് പറയും. ഡൈനാമിക് കിറ്റിലേക്ക് വരുന്ന സമയത്തുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്കൊരു സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു ഭാഗം കാണാം. പ്രീലോഡും അതുപോലെ തന്നെ കംപ്രഷനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ക്ലിപ്പ് ഓൺസ് ഒക്കെ ഒന്ന് ലോവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊസിഷൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറാണ് ഈ ഒരു ഫോർക്കോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ദാറ്റ്സ് കൂൾ. അതുപോലെ തന്നെ ഇവിടെ കൊണ്ട് ഇതൊക്കെ ബൾജിങ്ങും അതുപോലെ തന്നെ പെർഫെക്റ്റ് എയറോഡൈനാമിക്സുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആക്സലറേഷൻ കൊടുക്കുമ്പോൾ ത്രോട്ടിൽ റെസ്പോൺസ് ഹെവിയാണ് എന്ന് പറയാം. അതായത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീൽ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ചില സമയത്ത് നമ്മൾ എക്സലേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ഫ്രണ്ട് ചാടിപ്പിച്ച് അതൊക്കെ നൈസാണ്. ശരിക്കും പറഞ്ഞൊരു റേസിങ്ങിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വേറെ ലെവൽ ഫീൽ അറിയില്ല. ആ തരത്തിൽ അത് കൊടുത്തുള്ളത്. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ റേസ് പെക്ക് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. TVS റേസിങ്ങിൻ്റെ ബാഡ്ജിങ്ങോട് കൂടി വന്നിട്ടുള്ള എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു 312 cc ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ് ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 34 ഹോഴ്സ് പവറും 25 Nm ടോർക്കുമാണ്. അത്യാവശ്യം നല്ല പവർഫുൾ അല്ലേ. ശരിക്കും ഞാൻ ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഒരു കമ്പ്യൂട്ടർ ബൈക്കിനായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ അനുഭവങ്ങളാണല്ലോ നമ്മൾ പങ്കുവെക്കുന്നത്. ഇത് ശരിക്കും ഭയങ്കര പെർഫോമൻസ് ഉള്ള ഒരു വാഹനത്തിൽ നമ്മൾ കയറിയിരുന്ന ഒരു കാറൊക്കെ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചെറിയ പെർഫോമൻസുള്ള കാറിൽ നിന്ന് ഒരു വലിയ പെർഫോമൻസുള്ള കാറിലേക്ക് മാറുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ തരത്തിലുള്ള ഒരു ഫീൽ ആയിട്ട്. അതുപോലെ തന്നെ എഞ്ചിൻ ഭയങ്കര സ്മൂത്ത് ആണ്, നല്ല എക്സോസ്റ്റ് ആണ്. എക്സോസ്റ്റ് ഞാൻ കേൾപ്പിക്കാം. ഇതാണ് എക്സോസ്റ്റ് പൈപ്പ് വരുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ, ബ്രേക്കൊക്കെ ഭയങ്കര സ്മൂത്ത് ആണ്. രണ്ടും ഡിസ്ക് ബ്രേക്ക് ആണ്. അത്യാവശ്യം നല്ല കൺട്രോൾഡ് ആണ്. പിന്നെ അതുപോലെ ഇതിന്റെ ത്രോട്ടിൽ റെസ്പോൺസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഷിഫ്റ്റ് ബൈ വയർ എന്നൊക്കെ പറഞ്ഞ പോലെ ത്രോട്ടിൽ ബൈ വയർ എന്ന് പറയുന്ന മെക്കാനിക്സാണ് യൂസ് ചെയ്തത്. അതിൽ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. വൺ സൈഡ് മാത്രമാണ് ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഈ സീറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാം. ഇപ്പം എല്ലാവരും ഇത് പേരുന്ന യാത്ര എന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ത് കഴിഞ്ഞാലും ഒരു സാധാരണ മോഡേൺ അല്ലാത്തൊരു ഫാമിലിക്കൊക്കെ നമുക്ക് കയറാൻ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ പണ്ടാരോ പറഞ്ഞ മാതിരി ചില ബുദ്ധിമുട്ടുകൾ പിന്നെ ശീലമാവുമല്ലോ. അതേമാതിരി ഒന്ന് ഈ സീറ്റിൽ ഇരുന്നിട്ട് ഞാൻ ഓടിച്ച സമയത്ത് സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെ ഓടിക്കുന്നതിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഷോൾഡറിന്റെ പേര് നല്ല ഉണ്ടായത്. ഞാൻ ഒരു തവണ അതായത് കണ്ടിന്യൂസ് ആയിട്ട് 4 hour ഇത് ഡ്രൈവ് ചെയ്തു. കാരണം വെച്ചാൽ കൊച്ചിയിലെ TVSന്റെ ഷോറൂം, കൊച്ചിൻ TVS ഷോറൂം എന്നാണ് ഞാൻ ഈ വാഹനം എടുത്ത്. അതിട്ട് വീട്ടിലേക്ക് എത്താൻ എനിക്ക് ഏകദേശം 4.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ആ 4.5 മണിക്കൂർ ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തപ്പം വീട്ടിലെത്തിയ സമയത്ത് ഒരു ചെറിയ അസ്വസ്ഥത ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പം കുറച്ച് ദിവസം അത് ഉപയോഗിച്ച സമയത്ത് എനിക്ക് നോർമലായി. അപ്പോൾ പണ്ടാരോ പറഞ്ഞ മാതിരി 21 വയസ്സ് വരെ ചെക്കനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞാലോ എന്ന് വെച്ചില്ല, കഴിഞ്ഞാൽ പിന്നെ ശീലമായിക്കോളൂ എന്ന് പറഞ്ഞ മാതിരി ആ ഒരു സാധനം ശരിക്കും സാധാരണ ഒരു ബൈക്കിൽ നിന്ന് മാറുമ്പോൾ ഇതിലേക്ക് വരും. കാരണം വെച്ചാൽ നമ്മൾ ഫുൾ ബോഡി വെയിറ്റും അങ്ങനെ കൊടുത്തിരിക്കരുത്. പക്ഷേ നമ്മളത് അങ്ങനെ ആവുന്നതുകൊണ്ട് പിന്നെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമാണ്. ആ തരത്തിലാണ് സീറ്റിംഗ് അതുള്ളത്. കുറച്ചുണ്ടോ കുഴിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കയറി ഇരിക്കുന്ന സമയത്ത് വാഹനത്തിനകത്തേക്ക് ആണോ നമ്മൾ വണ്ടിയിൽ ലോക്കായ പോലെ ഒരു ഫീൽ ഉണ്ട്. അത് കുറച്ചുകൂടി ഒരു സേഫർ സൈഡായിട്ട് എനിക്ക് തോന്നി. അതായത് നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇളകുന്നോ മൂവ് ചെയ്യുന്നോ പ്രശ്നങ്ങളൊന്നുമില്ല. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഗതിയിൽ ഓടിക്കുക. കുറച്ച് ബാക്കിലേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു റേസിംഗ്
അല്ലേ, ധൂമജാലേ പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ്. ശരിക്കും ധൂമജാലൊക്കെ ആ ഒരു പാട്ടും ആ ഒരു മൂവിയൊക്കെ ശരിക്കും സ്പോർട്സ് ബൈക്കിനെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തൊരു മൂവി ആയിരുന്നു അല്ലേ. നൈസ്, അത് കൊള്ളാം. പിന്നെ അതുപോലെ ഫ്യൂൽ ടാങ്ക്, ശരിക്കും ഈ ഫ്യൂൽ ടാങ്കിൻ്റെ ഡിസൈൻസ് ഒക്കെ ഉണ്ടോ, ആ ഒരു സ്പോർട്ടി അറ്റയറിട്ട് കറക്റ്റ് മാച്ച് ചെയ്യുന്ന തരത്തിലാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് കാലൊക്കെ വെക്കാനുള്ളതുകൊണ്ട് ആ ഒരു അതുപോലെ എനിക്ക് വലിയൊരു സംശയം ഉണ്ടായിരുന്നു. ഞാനിത് കണ്ട സമയത്ത് ഇതിലേക്ക് കയറുന്ന സമയത്ത് ഞാൻ കാണിക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് കയറുമ്പോൾ ഈ കാല് ഇവിടെ വരുമല്ലോ, നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കാലിങ്ങനെ വരും. ആ സമയത്ത് ഇത് മുട്ടുമ്പോൾ കാല് മുട്ടൂലേ എന്നൊരു പേടി ഇരിക്കണത്. പക്ഷേ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ശരിക്കും എനിക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടായില്ല. നമ്മൾ ഫുൾ ടേൺ ചെയ്യുമ്പോഴും ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഓടിക്കാൻ പറ്റി. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അതൊരു ബുദ്ധിമുട്ടാവില്ലെന്ന്, പ്രത്യേകിച്ച് ഞാൻ നല്ല നീളമുള്ള ആളാണ്. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിലുള്ള വേറൊരു തോന്നലായിരുന്നു, ഞാനിത് ഓടിക്കുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം. അതൊരു നമ്മുടെ മനസ്സിനുള്ളിൽ തോന്നുന്ന സാധനമല്ലേ, വലിയ ബോറൊന്നും ഉണ്ടാവില്ലായിരിക്കും തോന്നുന്നത്. പിന്നെ അതുപോലെ ഗിയറിനെ കുറിച്ച് പറയാം. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ പെഡൽസ് ഒക്കെ മെറ്റൽ കൊടുത്ത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ബാക്കിൽ ഒരാളെ കയറ്റിയിരുത്താൻ നോക്കുന്ന സമയത്ത് അവർ ഈ ഒരു സ്റ്റെപ്പുമ്പോൾ ചവിട്ടിയിട്ട് കയറാൻ നോക്കി. അങ്ങനെ കയറിയപ്പോഴും അത് അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ഇത് കുറച്ച് ഉയരത്തിലാണ്. TVS റേസിംഗ് എന്നിട്ടൊരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. കേട്ട് ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ചെറിയ സ്റ്റോറേജ് ഭാഗം പോലത്തെ ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാം. RR310 TVSന്റെ ലോഗോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഹാൻഡിലേക്ക് വരാം. ഹാൻഡിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ക്ലിപ്പോൺസ് ഒക്കെ കുറച്ച് ലോവർ ചെയ്ത് കുറച്ചുകൂടി നന്നായിട്ട് പൊസിഷൻ ചെയ്ത് വെച്ചിട്ടാണ്. അതുപോലെ ബട്ടൺസ് ഒക്കെ നല്ല പ്രീമിയമാണ്. ഹസാർഡ് ലാമ്പിന്റെ ബട്ടൺസ്, അതുപോലെ തന്നെ നമ്മുടെ മെനുവിന്റെ കൺട്രോൾസ് കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഞാൻ ഇഗ്നിഷൻ ഒന്ന് ഓൺ ചെയ്യാം. ആ ഒരു സമയത്ത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ കൂടി കുറിച്ച് പറയാവുന്നതാണ്. TVS റേസിംഗ് എന്നൊരു ബാഡ്ജ് കണ്ടു. നല്ല ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആട്ടോ. കാരണം ഗിയറിന്റെ പൊസിഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 6151 കിലോമീറ്റർ ഓടി. ഫ്യൂൽ റേഞ്ച് 153. ഇനി അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, RPM മീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി കാണിക്കാം. അപ്പോൾ ഈ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കിയാൽ ഇവിടെ ഓഡോമീറ്റർ മാത്രമല്ലേ കാണിക്കുന്നത്. ഞാനൊന്ന് സ്റ്റാൻഡ് തട്ടിക്കഴിഞ്ഞാൽ വേണ്ടോ, കൂളൻ ടെമ്പറേച്ചറും ടോപ്പ് സ്പീഡും കാണിക്കുന്നത്. ടോപ്പ് സ്പീഡ് 164 അതിനകത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ ഓടിച്ചതല്ല. കൂളൻ ടെമ്പറേച്ചർ 69 കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 6 ആയി കഴിഞ്ഞാൽ ലൈറ്റ് ഒക്കെ ഡൗൺ ആവില്ല. ആ സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ഒരു നൈറ്റ് മോഡിലേക്ക് മാറും ഈ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. അത് നൈസാണ്. പിന്നെ ഇതിലേക്ക് നോക്കിക്കോ, ഡ്രൈവ് മോഡ് ഉണ്ട്. നമുക്ക് റൈഡ് മോഡ് കണ്ടിട്ട് റൈഡ് മോഡ് എടുത്തു കഴിഞ്ഞാൽ അർബൻ, റെയിൻ, സ്പോട്ട്, ട്രാക്ക്. ഇപ്പോൾ ഞാൻ സ്പോട്ടിലാണ് കുറച്ച് നേരമായിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രിപ്പ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എടുക്കാം. മൈ വെഹിക്കിൾസ്, പ്രിഫറൻസസ്, അങ്ങനെ കുറച്ച് സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ബട്ടൺസ് ആണ് ഇവിടെ ഉള്ളത്. അതായത് നമ്മൾ ഈ ഒരു ഭാഗത്ത് നേരത്തെ കണ്ടില്ല, ആ ഒരു ബട്ടൺസ് അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം. ഗിയറിന്റെ പൊസിഷൻ കാണിക്കുന്നു, സ്പീഡ്, RPM മീറ്റർ, ടെമ്പറേച്ചർ ഒക്കെ. പ്രത്യേകിച്ച് കൂളൻ ടെമ്പറേച്ചർ ഒക്കെ കാണിക്കുന്നതുകൊണ്ട് എനിക്ക് ഇഷ്ടം തോന്നി. അത് നമുക്ക് കൺട്രോൾ ചെയ്ത് ഓടിക്കാമല്ലോ. പിന്നെ അതുപോലെ തന്നെ വലിയൊരു സാധനം ടൈമിംഗ് കാണിക്കുന്നത്. നമ്മൾ ടൈം ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കേണ്ട ആവശ്യമില്ല, അവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു മൊബൈൽ ഫോൺ ഇങ്ങനെ വെച്ച പോലത്തെ ഫീൽ എനിക്ക് കിട്ടിയിട്ടോ. ഒരു മൊബൈൽ ഫോൺ ഒരു ലോക്കിനകത്ത് വെച്ച പോലത്തെ ഒരു തോന്നലുണ്ടായിരുന്നു. എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. ശരിക്കും ഈ എക്സോസ്റ്റ് നോട്ട് ഇപ്പം ഡെഡ് ലൈൻ ചെയ്ത RPM ഡെഡ് ലൈൻ ചെയ്ത സമയത്തുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് എന്നുള്ളതാണ്. ഏകദേശം 3 ലക്ഷം രൂപയോളം കേട്ടോ ഇതിന് പ്രൈസ് വരുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളൊന്ന് ഡ്രൈവ് ചെയ്ത് പറയണം. ഇവിടെ ഉണ്ട് കേട്ടോ 2 ബാഡ്ജിങ് കുറേ ഉണ്ട്. അത് ഇപ്പം പലയിടത്ത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് വിട്ടുപോയതായിട്ട് മാത്രം കരുതാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടൈൽ ലാമ്പിനെ കൂടി കുറിച്ച് പറയാം. സാധാരണഗതിയിലുള്ള നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു ടൈൽ ലാമ്പ് ഡിസൈൻ, അത് അവരുടെ ആ ഒരു യുനീക്ക് ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ടയറും കൊണ്ടോ അത്യാവശ്യം നല്ല വീതിയുള്ള ടയറാണ്. അതിന് ഗാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല കോൺഫിഡൻ്റലി ഡ്രൈവ് ചെയ്യാൻ എന്നെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് കർവൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് സൂപ്പറായിട്ട് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ മോണോകോക്ക് സസ്പെൻഷനും നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതൊരു വൈറ്റ് കളർ കൊടുത്തുകൊണ്ട് ബോഡി കളറിനായിട്ട് മാച്ച് ആവുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ബ്ലാക്കിൻ്റെ ഇടയിൽ കൂടി ആ ഒരു വൈറ്റ് കളർ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്, ആ സ്പ്രിങ് കേട്ടോ. അപ്പോൾ ഇതിനാണ് TVSനെ നമുക്ക് പുറത്തുനിന്ന് നോക്കി കാണുന്ന സമയത്ത് പെട്ടെന്ന് പറയാനുള്ളത്. ബാക്കി വിശേഷങ്ങളൊക്കെ ഇനി പറയാനുള്ളത് ഡ്രൈവ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയാലോ, വാ. ഇനി നമുക്ക് ഇതിൽ ഡ്രൈവ് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ഡ്രൈവ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ വലിയൊരു എക്സ്പീരിയൻസ് ആട്ടോ ഷെയർ ചെയ്യണേ. കാരണം ഇപ്പം കുറച്ച് അധികം നാളായി ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഉപയോഗിച്ച് ഉള്ള എല്ലാ ഏരിയകളും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര എക്സ്പേർട്ട് ടോക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു എക്സ്പീരിയൻസ് ടോക്ക് എന്നുള്ള രൂപത്തിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നമുക്ക് നല്ലൊരു വെയിറ്റ് ഉള്ളൊരു വാഹനം നമ്മളൊരു ത്രോട്ടിൽ കൊടുത്ത് മുന്നോട്ട് എടുക്കുന്നു എന്നുള്ളൊരു ഫീലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ എനിക്കൊരു പേടിയുണ്ടായത് ഡ്രൈവ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ഈസി ടു യൂസ് എന്നുള്ള രൂപത്തിലേക്ക് വന്നു. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ ആ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. ആ ഒരു എയറോഡൈനാമിസം പ്രോപ്പറായിട്ട് അത് നല്ല രൂപത്തിൽ ബാലൻസ് ചെയ്ത് നല്ല കുതിച്ച് ഡ്രൈവ് ചെയ്യാൻ നമ്മളെ സഹായിച്ചു എന്നുള്ളതാണ്. എത്ര സ്പീഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം 120 ഓടിച്ചിട്ടുണ്ട്. 120, 130 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ആ സ്പീഡിൽ പോലും ഒരു കോൺഫിഡൻസ് ലോസും എനിക്ക് എവിടെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്.
അപ്പോൾ അതാണ് ഈ ട്രാക്ക് വാഹനം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ ഇതിൽ കണ്ടോ 164 ടോപ്പ് സ്പീഡ് ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ട്രാക്കിൽ ഓടിച്ചതായിരിക്കും. പിന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഹീറ്റിൻ്റെ വിഷയം ഞാനിപ്പം ശരിക്കും കൊച്ചിയിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് കൊച്ചിയിൽ ഭയങ്കര ട്രാഫിക് ആയിരുന്നു. ഭയങ്കര ട്രാഫിക് എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ട് ട്രാഫിക് ആയിരുന്നു. ആ ട്രാഫിക്കിൻ്റെ ഇടയിൽ വന്ന സമയത്ത് എനിക്ക് കുറച്ചൊരു ഹീറ്റ് ഫീൽ ചെയ്തു. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് ഞാൻ നല്ലൊരു സ്പീഡിൽ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തുകൊണ്ട് വന്ന സമയത്ത് എനിക്ക് ഒരു ഹീറ്റ് പ്രോബ്ലം ഉണ്ടായില്ല എന്നുള്ളത്. ശരിക്കും ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ഹീറ്റ് കുറവാണ്. ഹീറ്റും ഉണ്ട്, എനിക്കൊരു വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ അതുപോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്ക ആയിരുന്നു, ഇത് വെയിറ്റ് ഉള്ളൊരു വാഹനമാണല്ലോ, അപ്പം ട്രാഫിക്കിലൊക്കെ ഓടിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആശങ്ക കൂടി ഉണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, വലിയ കിറ്റുള്ള വാഹനമാണ്, കുറച്ച് നീളം കൂടുതലുണ്ട്. അപ്പോൾ അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതിന് അപ്പോൾ പക്ഷേ അതും ഇതേപോലെ തന്നെ എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ട് വളരെ സിമ്പിളായി എന്നുള്ളത്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ഇതിനകത്ത് ആശങ്ക, പേടി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിക്കും എൻ്റെ തോട്ടാണ്. അതായത് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നേരിടാവുന്ന വെല്ലുവിളികളെ മുന്നേ കാണുന്ന സമയത്ത് ഉണ്ടാകുന്ന ഓരോ ചിന്തകളുണ്ടല്ലോ, ആ ചിന്തകളിൽ നിന്നെടുത്തിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അതും വളരെ സിമ്പിളായിരുന്നു. ട്രാഫിക്കിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയാം. ഇതിനകത്തൊരു GTT എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്, അതായത് ഗ്ലൈഡ് ത്രൂ ടെക്നോളജി. ഈ ഗ്ലൈഡ് ത്രൂ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നല്ലൊരു ട്രാഫിക്കിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ കാലുത്തും അതെന്തായാലും ബൈക്കിനകത്ത് നിൽക്കാൻ പറ്റില്ല, ബാലൻസിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ തന്നെ അടുത്തത് ട്രാഫിക് പതുക്കെ മുന്നോട്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂട്രലിൽ നിന്ന് മാറ്റിയിട്ട് ഗിയറിലേക്ക് ഇടണം. ക്ലച്ച് പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റിലീസ് ചെയ്ത് പതുക്കെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ കൊടുത്തുള്ള ടെക്നോളജി എന്താണെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇവിടെ അത് സൈഡാക്കിയിട്ട് ഞാനിപ്പോൾ ഫസ്റ്റിലും ഇത് സെക്കൻഡിലും വർക്ക് ചെയ്യും. ഇപ്പോൾ ഫസ്റ്റിലാണ് എൻ്റെ ഗിയർ ഉള്ളത്. വെറുതെ ക്ലച്ച് വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകും. അത് ഫസ്റ്റിലും പോവും, സെക്കൻഡിലും പോവും. ഒരു ചെറിയ RPM ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം, ബ്രേക്ക് ചെയ്ത് നിർത്താം. അപ്പം ട്രാഫിക്കിൽ എന്ത് ചെയ്യാം, നമുക്കിങ്ങനെ ഈസി ആയിട്ട് നമ്മളെ വാഹനത്തെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് വലിയ ട്രാഫിക്കൊക്കെ വരുന്ന സമയത്ത്. അപ്പോൾ അതും ട്രാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. കാരണം അത് നമ്മളൊന്ന് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പൊസിഷൻ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. യൂസ്ഡ് ത്രൂ ആയി കഴിഞ്ഞാൽ ഭയങ്കര രസകരമായിട്ടുള്ളൊരു പൊസിഷനാണ്. അപ്പോൾ നല്ല സ്പീഡിൽ ഞാൻ ഓടിച്ചു എന്നുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം ഈ വാഹനം കോർണർ ചെയ്യുമ്പോഴുള്ള ഫീലാണ്. അതായത് ഞാൻ ചെരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടി പറയണേ, ഇതൊന്നും ആയില്ലല്ലോ, കുറച്ചുകൂടി ചെരിക്കൂ എന്നുള്ളത്. ആ തരത്തിലാണ്. അതായത് എത്ര ചെരിച്ചാലും നമുക്കൊരു ബുദ്ധിമുട്ടില്ല, പാളുന്ന പ്രശ്നമില്ല, കയ്യിൽ നിന്ന് പോകുന്ന പ്രശ്നമില്ല, ഗ്രൗണ്ടഡ് ആണ്, നമുക്ക് നന്നായിട്ട് ചെരിച്ചോടിക്കാനും പറ്റുന്നുണ്ട്. അതൊരു നല്ല പോസിറ്റീവ് വൈബ്. പ്രത്യേകിച്ച് ഒരു ട്രാക്ക് വാഹനമാണ്, അതുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എൻ്റെ അനുഭവങ്ങളാണല്ലോ ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് ഒന്നും പറയാനില്ല, എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും വണ്ടി ഒന്ന് ചെരിച്ചെടുക്കാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതായത് ചെറിയൊരു വളവ് വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യും, ഒന്നുകൂടി ചെരിച്ചു നോക്കും. അത്രമാത്രം ഒരു കോൺഫിഡൻറ്റ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെരിക്കുമ്പോൾ കിട്ടുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് നൈസ്. പിന്നെ അതുപോലെ തന്നെ നല്ല RPM പോകുന്ന സമയത്തും, അതായത് നന്നായിട്ട് നമ്മൾ ത്രോട്ടിലിപ്പോൾ ഞാനിതാ വളരെ പെട്ടെന്ന് 80ലേക്ക് എത്തിയിട്ട് നമ്മൾ പോകുമ്പോഴും പതുക്കെ പോകുമ്പോഴുമുള്ള ഫീൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ചുകൂടി ഇതിൽ പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വാഹനത്തെ കൺട്രോൾ ചെയ്യാൻ ഈസി ആവുന്ന പോലെ തോന്നുന്നുണ്ട്. അതായത് വാഹനത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം ഫീൽ ചെയ്യുന്നു. അതായത് ഹയർ സ്പീഡിലേക്ക് വരുന്ന സമയത്ത് അത് ശരിക്കും നല്ലൊരു പോസിറ്റീവ് ഘടകമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ ബ്രേക്കിംഗ്, അത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എത്ര സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് ചെയ്താലും ഭയങ്കര സ്മൂത്താണ്. അതുപോലെ സ്കിഡ് ആവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെയല്ല, ഭയങ്കര സ്മൂത്തായിട്ട് വന്ന് നിൽക്കുന്നു എന്നതാണ്. ഗിയർ ബോക്സിൻ്റെ കാര്യം കൂടി പറയാം. എനിക്ക് ഇതുവരെ ഫോൾസ് ഗിയർ വന്നിട്ടില്ല എന്നുള്ളത്. പ്രോപ്പറായിട്ട് ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇടുന്ന സമയത്ത് പെട്ടെന്ന് ന്യൂട്രലിലേക്ക് ഇടുക, അല്ലെങ്കിൽ 1-2 ഇടുന്ന സമയത്ത് ഇടയ്ക്ക് ന്യൂട്രൽ വന്ന് കയറുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പ്രോപ്പർ, അതായത് കറക്റ്റ് എങ്ങനെയാണോ ആ ഒരു രൂപത്തിൽ തന്നെയാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. പിന്നെ കൂളൻറ്റിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഡ്രൈവ് നമുക്ക് കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ വിൻഷീൽഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. എയർ ശരിക്കും അടിക്കുന്ന എൻ്റെ താടിയുടെ ആ ഒരു ഭാഗത്തേക്കാണ്. അപ്പം അത് എൻ്റെ ഒരു ഹൈറ്റും കൂടി നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എൻ്റെ അത്ര ഹൈറ്റ് ഇല്ലാത്ത ആളുകൾക്ക് ശരിക്കും വിൻഡിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു സാധനം തന്നെയാണത്. അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തോന്നി. ശരിക്കും നെഞ്ഞത്ത് കാറ്റടിച്ചിട്ട് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നെഞ്ഞത്ത് കാറ്റടിച്ചിട്ടുണ്ടാവുന്ന അസുഖങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ അത് സഹായിക്കും. ദാറ്റ്സ് ഗുഡ്. പിന്നെ അതുപോലെ തന്നെ മീറ്റർ കൺസോളിൻ്റെ വിസിബിലിറ്റി അതുകൂടി എടുത്ത് പറയേണ്ടതാണ്, കുറച്ചുകൂടി നല്ലതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിൽ റോട്ടിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് മീറ്റർ കൺസോളിനെ ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ എക്സോസ്റ്റ് നോട്ട് ശരിക്കും വേണമെങ്കിൽ എനിക്ക് ചിലപ്പോൾ തോന്നി കുറച്ചുകൂടി എക്സോസ്റ്റ് നോട്ട് ലൗഡർ ആക്കായിരുന്നു തോന്നിയിട്ട്. പക്ഷേ ഇതൊരു മാന്യതയുണ്ട്, ഒരു മര്യാദ ഉണ്ട്. നേരത്തെ ഞാൻ നല്ല RPM
വരുന്ന സമയത്തുള്ള സൗണ്ട് കേൾപ്പിച്ചല്ലോ. കുറച്ചും കൂടി അടിപൊളിയാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. അങ്ങനെ പറയാം. പിന്നെ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മോഡ്, സ്പോർട്ട് മോഡും ഒന്ന് ട്രാക്ക് മോഡും ഉണ്ട്. അപ്പോൾ സ്പോർട്ട് മോഡിലേക്ക് വരുന്ന സമയത്ത് ത്രോട്ടിൽ റെസ്പോൺസ് കൂടുതലാണ്. ട്രാക്ക് മോഡിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ABSന്റെ ഇടപെടൽ വളരെ കുറയും. അങ്ങനെ കുറയുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബ്രേക്കിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു വ്യത്യാസം പ്രധാനമായിട്ടും സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊച്ചിയിൽ നിന്ന് 4 മണിക്കൂറിൽ കൂടുതൽ, ശരിക്കും 4-5 മണിക്കൂറും ട്രാഫിക്കൊക്കെ അടക്കം, ഞാൻ ട്രാഫിക് ഇല്ലാത്ത സമയം പറഞ്ഞാണ്. അപ്പോൾ ആ ഒരു സമയം ഡ്രൈവ് ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് വണ്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്തിട്ട് എനിക്ക് ബോർ അടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതൊരു സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടൊരു സൂപ്പർ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ, അതായത് ശാരീരികമായിട്ടുള്ള ചില വേദനകൾ വന്നു എന്നല്ലാതെ എനിക്കിത് നിർത്തിയിട്ടിട്ട് കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ കുറച്ചു നേരം ഒരു ബ്രേക്ക് ആവാം എന്നൊന്നും തോന്നിയില്ല എന്നുള്ളത്. കാരണം അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഞാനിത് ഡ്രൈവ് ചെയ്തത്. അത്രയും ഫണ്ണായിട്ടായിരുന്നു എനിക്കത് ഫീലും ചെയ്തത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനൊരു 10-ൽ 9 മാർക്ക് കൊടുക്കുന്നു. അത്രയും മനോഹരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ബോഡി പെയിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബോഡി പെയിനാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് ആദ്യത്തെ ആ ഒരു ദിവസം മാത്രം, അത് ആ ഒരു പൊസിഷൻ മാറുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുണ്ടായത്. പിന്നെ ദിവസങ്ങളിലൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അത് ഓടിച്ചത്. ഇത്രയും ദിവസം ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര കൂളായിട്ടാണ്. ഇപ്പോഴും ഞാനത് ഏകദേശം ഒരു 4 അവർ ലോങ് ആയിട്ടുള്ള ഡ്രൈവിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അവിടെയും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെയാണ് അത് ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ശരിക്കും ഇതൊക്കെ ഓടിക്കുമ്പോൾ ഒരു ഗ്ലൗ ഒക്കെ ഇടുന്നത് നല്ല കേട്ടോ. പ്രത്യേകം ഇതിനെ കൂടെ എടുത്ത് പറയുകയാണെങ്കിൽ നല്ല ഗ്ലൗ, നല്ല റൈഡിങ് ജാക്കറ്റുകൾ, നല്ല ഷൂ, അതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഗ്ലൗ ഞാൻ ഇട്ടിട്ടില്ല, എനിക്ക് കുറച്ചും കൂടി ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും 6359 കിലോമീറ്റർ ആസ് ഓഫ് നൗ ഓടിക്കൊണ്ടിരുന്ന ഒരു TVS RR310 കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഉപയോഗിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ഫീലുകളാണ്, അതിൻ്റെ പുറത്തുണ്ടായ രസകരമായിട്ടുള്ള സംഭവങ്ങളാണ്, നമ്മളൊരു ഫൺ സംഭാഷണം എന്ന് പറയാം, ഒരു എന്നാൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു റിവ്യൂ ആണ്. ആ ഒരു തരത്തിൽ നമ്മളിത് പങ്കുവെച്ചത്. പിന്നെ ഒരു കാര്യം കൂടി പറയേണ്ടത്, ഞാൻ ഈ വാഹനം ഉപയോഗിക്കുന്ന കുറച്ച് ആൾക്കാരും കൂടി സംസാരിച്ചു. അപ്പോൾ നമ്മുടെ വീൽസ് ആൻഡ് വാഗൺ ഷെഫി, നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അദ്ദേഹം RR310 യൂസ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സംസാരിച്ചു എന്താണ് ആളുകൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ എനിക്ക് ഭയങ്കര സ്ട്രൈക്കായി. ഒന്ന്, 10,000-ലാണ് ഒരു സർവീസ് വരുന്നത്, അത് നല്ലൊരു കാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ലൈക്ക് എ കാർ, എനിക്ക് അങ്ങനെ തോന്നി. അതായത് ഒരു കാറ് പോലെ അല്ലേ, 10,000 കിലോമീറ്റർ ആകുമ്പോൾ സർവീസ് ചെയ്താൽ മതി. അതും ഇവർ 3 ഘട്ടത്തിൽ ഫ്രീ സർവീസ് ഉണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ അല്ലാതെ സർവീസ് ചെയ്യുമ്പോഴും വളരെ കുറഞ്ഞ മിനിമൽ സർവീസാണ് വരുന്നത്. ആ സർവീസ് ചെയ്യുന്ന സമയത്ത് 2,300 രൂപ 2,500 രൂപ ഒക്കെയാണ് അതിന് എക്സ്പെൻസ് വരുന്നത് എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നി. അതായത് കൊണ്ട് നടക്കാൻ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവാണ് ഈ വാഹനത്തിൽ എന്നതാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു പോയിന്റ് ഉണ്ടായിരുന്നു, വാല്യൂ ഫോർ മണിയാണ് എന്നുള്ളൊരു കാര്യം. അതായത് അത്യാവശ്യം നല്ല ഫീച്ചറുകളും കാര്യങ്ങളും. അപ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഉണ്ടായിരിക്കുമല്ലോ. ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 2.5 ലക്ഷം 3 ലക്ഷം ആ ഒരു റേഞ്ചിലാണ്. 2.5 to 3 ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വാല്യൂ ഫോർ മണി എന്നല്ലേ. ഓവർടേക്ക് നോക്കിയാൽ വളരെ ഈസിയാണ്. അപ്പോൾ ആ ഒരു അഭിപ്രായം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് പറയുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ല ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എല്ലാവരും. അത്യാവശ്യം നല്ല യൂട്യൂബറാണ്, ഞാൻ പറഞ്ഞതാണ്. വണ്ടികളുടെ വിശേഷങ്ങൾ തന്നെയാണ് പുള്ളി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് TVSന്റെ RR310 എന്ന് പറയുന്ന മോഡലിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കമ്പ്യൂട്ടർ ബൈക്കിൽ നിന്ന് ഇതിലേക്ക് മാറിയിട്ട് വീണ്ടും കമ്പ്യൂട്ടർ ബൈക്ക് ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കമ്പ്യൂട്ടർ ബൈക്കിൽ നിന്ന് ഇതിലേക്ക് മാറിയ സമയത്ത് എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ പതുക്കെ ബൈക്കിൻ്റെ സെഗ്മെൻറ്റ് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2023 കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ബൈക്കുകൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു സപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരിക്കും. കാരണം ഒരുപാട് ലെജൻഡുകൾ കളിക്കുന്ന ഒരു ഫീൽഡാണല്ലോ. അപ്പോൾ അവിടെ എന്തൊക്കെ അപ്ഗ്രഡേഷൻസ് ആണ് വരുത്തേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ, ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു, അങ്ങനെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. കാറിൻ്റെ വ്ളോഗ് ചെയ്യുന്ന സമയത്ത് എന്നെ ഒരുപാട് ഇമ്പ്രൂവ് ആക്കിയത് അത്തരത്തിലുള്ള കമൻറ്റുകളാണ്. അതുകൊണ്ടാണ് ഞാനത് വീണ്ടും പറയുന്നത്. ഞാൻ എപ്പോഴും എന്നെ കാണുന്ന ആളുകൾ ബഹുമാനിക്കാറുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്ന ഒരാൾ കൂടിയാണ്. ആ ഒരു കാര്യം കൂടി ഇതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.